മീശയിൽ എന്തിരിക്കുന്നു? ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ മീശ വെക്കാമല്ലോ. ഒരു ജനപ്രതിനിധിയായ ജോസഫ് പൊടിവാറയ്ക്ക് ഇങ്ങനൊരു മീശ വെക്കാമെങ്കിൽ ഒരു ജനമായ എനിക്കെന്തുകൊണ്ട് വെച്ചുകൂടാ എന്ന് ഞാൻ ചോദിച്ചു. പെട്ടെന്ന് ഒരു വിളി കേട്ടു, വളരെ ഉറക്കെ. കെ സുരേന്ദ്രനാഥ തിലകൻ ഓഫീസിൽ നിന്നാണ്. എൻ്റെ നറുക്ക് വീണു എന്ന് ചുരുക്കം. ഞാൻ പെട്ടെന്ന് അവരോട് ആ വിവരം പറഞ്ഞിട്ട് ഓടി വിളി കേട്ട സ്ഥലത്തേക്ക്. ഓടുന്ന വഴിക്ക് ഞാൻ ജോസഫ് പൊടിവാറുടെ മീശയുടെ കാര്യം ഓർത്തിട്ട് ഇനി ആ ഒരു കാരണം കൊണ്ട് എനിക്ക് അഡ്മിഷൻ വിലക്കപ്പെടേണ്ട എന്ന് കരുതി ഈ പിരിച്ചു വെച്ച ഭാഗം ഇങ്ങനെ താഴോട്ടാക്കിയിട്ട് ഞാൻ വിളിച്ച ആളിൻ്റെ അടുത്ത് ചെന്നു. പിയൂണാണ് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞു, അങ്ങോട്ട് ചെല്ല്, ആ കാവി ജുബായിട്ട് എഴുതുന്ന സാറിൻ്റെ അടുത്തേക്ക് ചെല്ല്. അങ്ങനെ ഞാൻ അങ്ങോട്ട് നടന്നു. വിശാലമായ ഒരു ഓഫീസ് മുറി, രണ്ട് വശത്തും മേശയും കസേരയും ഒക്കെ ഇട്ട് ഓഫീസ് ജോലിക്കാരിന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ എല്ലാം കടന്നങ്ങി ചെന്നു പിയൂൺ പറഞ്ഞ സാറിൻ്റെ അടുത്ത്. അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ വലിപ്പവും ആകൃതിയുമൊക്കെ ഉള്ള നല്ല പോലെ പോളിഷ് ചെയ്ത മേശയിൽ അതിന് സമീപത്തുള്ള ചിത്രപ്പണി ചെയ്തൊരു കസേരയിൽ അതിലിരുന്നുകൊണ്ട് മേശയിൽ വെച്ച് എന്തോ എഴുതുകയാണ്. ചില്ലിട്ട മേശപ്പുറത്ത്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാവി നിറമുള്ള ജുവ, വായിൽ മുറുക്കാൻ തുപ്പിയിട്ട് ഒരാഴ്ചയായി എന്ന് തോന്നും കണ്ടാൽ. അങ്ങനെ പിടിച്ചിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഇടത്ത് കയ്യിൽ എൻ്റെ അപേക്ഷാപത്രം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്തോ തിരക്കിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അല്പസമയം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി നിന്നു. മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ എൻ്റെ ദൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിലേക്ക് പോയി. അവിടെ ഒരു ചിത്രം ചില്ലിട്ട് വച്ചിരിക്കുന്നു. തലയിലും മുഖത്തുമുള്ള അല്പം നരബാധിച്ച കുറ്റിരോമങ്ങൾ ഉള്ള ഒരു സാധാരണ മനുഷ്യൻ ഒരു തോർത്തുമുണ്ട് പുതച്ചങ്ങനെ ഇരിക്കുന്നു. അതിനടിയിൽ ആൾ മാറിപ്പോകാതിരിക്കാൻ പേരെഴുതി വച്ചിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുസ്വാമികൾ. എൻ്റെ ദൃഷ്ടികൾ ആ ചുവരിലൂടെ സാവധാനം നീങ്ങി, ഒരു ക്യാമറ പാൻ ചെയ്യുന്ന പോലെ. ചില്ലിട്ട് തൂക്കിയിരിക്കുന്ന ഗുരുസ്വാമികളുടെ മന്ത്രങ്ങൾ ഞാൻ ഓരോന്നായി വായിച്ചു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അടുത്തതിലേക്ക് പോയി. അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരെന്നെ സുഖത്തിനായി വരേണം. ഇനി അടുത്തത്, അയല് തഴപ്പതിനായ അതിപ്രയത്നം നയമറിയും നരനാചരിച്ചിടേണം. അടുത്തതെന്താണ്? ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. കൊള്ളാം. ഒരു വിദ്യാലയത്തിൻ്റെ ചുവരിൽ എഴുതി വെക്കാൻ പറ്റിയ തത്വങ്ങൾ. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. ആഹാ. വീണ്ടും ഞാൻ ചുവരിലേക്ക് നോക്കി. പ്രധാന വാതിലിന് എതിർവശത്തുള്ള ചുവരിൽ ഒരു ഭൂഗോളത്തിൻ്റെ ചിത്രം. അതിനുള്ളിൽ 3 നിരയായി എന്തോ എഴുതിയിരിക്കുന്നു, വ്യക്തമല്ല. സൂം ടൈറ്റ് ചെയ്തു. 1 കാസ്റ്റ്, 1 റിലീജിയൻ, 1 ഗോഡ്. പെട്ടെന്ന് പുറയുന്നൊരു പരുക്കൻ ശബ്ദം. ഞാൻ തിരിഞ്ഞു നോക്കി. ഇത് 2 അപേക്ഷ തന്നെയാണോ? കാവി നിറമുള്ള ജുബായിട്ട ക്ലർക്ക് ഇടത് കൈ പിടിച്ചിരുന്ന എൻ്റെ അപേക്ഷാ ഫാറവുമായിട്ട് കാത്തു നിൽക്കുകയാണ് എൻ്റെ മറുപടിക്ക്. ഞാൻ പറഞ്ഞു, അതെ സർ. ഇത് 2 കോളം വിട്ടുപോയിട്ടുണ്ട്, കാസ്റ്റും റിലീജനും. അത് മനഃപൂർവ്വം വിട്ടാണ് സർ. അതെന്തിനാ? ഞാനൊരു ശ്രീനാരായണ ഭക്തനാണ്. അതുകൊണ്ട് ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നല്ലേ അദ്ദേഹം ഉത്ബോധിപ്പിച്ചിരിക്കുന്നത്. ഇയാൾ ഒഴിക്കുകയും പറയുകയും ചിന്തിക്കുകയൊന്നും വേണ്ട, ഇങ്ങ് പൂരിപ്പിച്ച് തന്നാട്ടെ. ചിന്തിക്കാതെ എങ്ങനെ പൂരിപ്പിക്കുക സാറേ? കുറച്ച് സമയം ആ ഉത്തരം പിടിക്കാതെ കാവി നിറമുള്ള ക്ലർക്ക് എന്നെ നോക്കി ഒന്ന്
തറപ്പിച്ച് നോക്കിയിട്ട് എഴുന്നേറ്റ് ജനാലയ്ക്കൽ ചെന്ന് ഒരു വൃത്തികെട്ട ശബ്ദത്തിൽ പുറത്തേട്ട് തുപ്പിയിട്ട് ഈ ചുണ്ടും പരിസരമൊക്കെ ഇങ്ങനെ വൃത്തിയായിക്കൊണ്ട് എന്നെ സമീപിച്ചിട്ട് ചോദിക്കുക, ഇവിടെ അഡ്മിഷന് വേണ്ടി വന്നതാണോ? അതെ സാർ. എന്നാൽ മര്യാദയ്ക്ക് കാസ്റ്റ് റിലീജിയൻ പൂരിപ്പിച്ച് തന്നാട്ടെ. സാറേ, ആ എഴുതി വെച്ചിരിക്കുന്നത് നോക്കി, 1 കാസ്റ്റ് 1 റിലീജിയൻ, ഒരു ജാതി ഒരു മതം എന്നല്ലേ? ഇവിടെ അങ്ങനെ പലതും എഴുതി വെച്ചെന്നൊക്കെ ഇരിക്കും. ഇവിടെ ചേരണമെങ്കിൽ ഇത് പൂരിപ്പിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഈ അപേക്ഷ എൻ്റെ മുഖത്തേക്ക് വലിച്ചൊരേറാണ്. അത് മുഖത്ത് തട്ടി ഇങ്ങനെ വിതറി തറയിലേക്ക് വീണു. ഈ ഓഫീസിലുള്ളവരെല്ലാം അത് കണ്ടു. ഞാൻ ലജ്ജ കൊണ്ടും വിഷമം കൊണ്ടും തലകുനിച്ച് അല്പസമയം നിന്നു. എൻ്റെ അവിടെ ചെതറിക്കിടക്കുന്ന അപേക്ഷാഭാരം ഉപേക്ഷിച്ച് ഞാൻ പുറത്തേക്ക് നടന്നു. ആ പരുക്കൻ ശബ്ദം, ഡോ! ഞാൻ തിരിഞ്ഞു നോക്കി. അപേക്ഷാഭാരം എടുത്തുകൊണ്ട് പോകണം. ഞാനെടുക്കില്ല. പിന്നെ ആരെടുക്കും? എറിഞ്ഞവരെടുക്കും. എടുത്തില്ലെങ്കിലോ? എടുപ്പിക്കും. ഓഹോ, കൂടെ തന്ത വന്നിട്ടില്ലേ? വിളിച്ചെടുപ്പിക്ക്. തന്ത വന്നിട്ടില്ല. അപ്പോൾ തന്തയില്ലേ? തനിക്കുണ്ടായിരിക്കുമല്ലോ, വിളിച്ചെടുപ്പിക്ക്. റാസ്കൽ, ഗെറ്റ് ഔട്ട്! പുറത്തു നിന്ന അപേക്ഷകരും രക്ഷകർത്താക്കളും എല്ലാം വാതിക്കലേക്ക് ഓടിക്കൂടി. ആ കൂട്ടത്തിൽ നിന്ന് എൻ്റെ കൂടെ രക്ഷകർത്തായ വന്ന ട്രസ്റ്റ് മെമ്പർ, എൻ്റെ ജ്യേഷ്ഠൻ്റെ അമ്മായിയച്ഛൻ, അകത്തേക്ക് വന്നിട്ട് ഈ അപേക്ഷാപത്രം എടുത്ത് എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, പ്രശ്നം തീർന്നല്ലോ, എഴുതിക്കൂട്. ഞാൻ പറഞ്ഞ് എറിഞ്ഞയാളെടുക്കും. അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം എൻ്റെ തോളെ കൈയിട്ട്, എന്നാൽ അനുനയസ്വരത്തിലാണെങ്കിൽ പോലും അല്പം ബലം പ്രയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ആവശ്യം നമ്മുടേതല്ലേ, എന്താണെന്ന് വെച്ചാൽ എഴുതി ഞാൻ കൊടുക്കുക. ഞാൻ എഴുതി കൊടുക്കാം, പക്ഷേ ഗുരുസ്വാമി പറഞ്ഞ പോലെ എഴുതൂ. അതെന്താണ്? ഇപ്പോൾ കാസ്റ്റ് മനുഷ്യജാതി, റിലീജിയൻ ആത്മസുഖത്തിനായി പ്രവർത്തിക്കുന്നു. അതിവിടെ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എസ് എൻ കോളേജല്ലേ? എന്നാൽ ശരി, ഞാൻ എഴുതി കൊടുക്കാം. അദ്ദേഹം വാങ്ങി കാസ്റ്റ് കോളത്തിൽ ഈഴവൻ എന്നും റിലീജിയൻ കോളത്തിൽ ഹിന്ദു എന്നും എഴുതി കൊടുത്തു. അങ്ങനെ കോളേജ് ജീവിതത്തിൻ്റെ ആരംഭത്തിൽ എനിക്ക് ആദ്യത്തെ ബ്ലാക്ക് മാർക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ബ്ലാക്ക് മാർക്ക്. വൃത്താകാരമെങ്കിലും അങ്ങിങ്ങും മുഴകളുള്ള ഒരു ചിത്രം ബ്ലാക്ക് ബോർഡിൽ വരച്ചിട്ട് സൈഡിൽ അതിൻ്റെ പേരും എഴുതി തിരിഞ്ഞ് സുവോളജി ലെക്ചറർ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അമീബ ഈസ് എ മൈക്രോസ്കോപ്പിക് one-celled organism consisting of a naked mass of protoplasm, constantly changing in shape as it moves and engulfs food. കറുത്ത പാൻറ്റും വെളുത്ത ഷർട്ടും കറുത്ത ടൈയും ധരിച്ച ആ മനുഷ്യൻ്റെ കറുത്ത ഫ്രെയിമുള്ള കണ്ണട വെച്ച വെളുത്ത മുഖത്ത് അനേകം കറുത്ത പാടുകളുണ്ട്. തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ചോക്ക് ഒരു പ്രത്യേക തരത്തിൽ ചലിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, കിറാപ്പ്. ഞാൻ എഴുന്നേറ്റു. പിന്നീട് അദ്ദേഹം ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾ വസ്ത്രം ധരിച്ചിരിക്കുന്ന രീതി ശരിയാണോ? ആരും ഉത്തരമില്ലായിരുന്നു. ഒന്നും മനസ്സിലാകാതെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, വാട്ട്സ് യുവർ നെയിം? സുരേന്ദ്രനാഥ തിലകൻ. ആൻസർ മീ. സാർ, ചോദ്യം മനസ്സിലായില്ല. തൻ്റെ ഷർട്ടിൻ്റെ മുകളിലുള്ള ഈ 2 ബട്ടൺസ് എന്തുകൊണ്ടാണ് ഇടാതിരിക്കുന്നത്? അത് സാധാരണ അങ്ങനെ ഇടാറില്ലല്ലോ സാറേ. ഞാനിട്ടിട്ടുണ്ടല്ലോ. സാറ് ടൈ കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ടല്ലേ. ആ ബട്ടൻ്റെ എതിർവശത്തുള്ള ഹോൾസ് എന്തിനു വേണ്ടിയുള്ളതാണ്? ബട്ടൺസ് ഇടാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ ഇടണം എല്ലാവരും, വേഗം.
എല്ലാവരും ബട്ടൺസ് ഇട്ടു. പലർക്കും ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു. അതിലൊരു കുട്ടിക്കൊരു സംശയം, സാർ ഫുൾ സ്ലീവ് ഉള്ളവർ അത് നിവർത്തിട്ടിട്ട് ബട്ടൺ ചെയ്യണോ? വേണം എന്ന് തറപ്പിച്ച് പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ബ്ലാക്ക് ബോർഡിനെ സമീപിച്ചിട്ട് എഴുതി സ്യൂഡോപോഡിയ. പെട്ടെന്ന് ഞാൻ തുമ്മി, അറിയാതെ തുമ്മിപ്പോയതാണ്. ബോർഡിൽ എഴുതിക്കൊണ്ടിരുന്ന സുവോളജി ലെക്ചറർ വളരെ ഗൗരവത്തിൽ തറപ്പിച്ച ദൃഷ്ടികളോടെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, സുരേന്ദ്രനാഥ് തിലകൻ, ഗെറ്റ് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ്. ഞാൻ പറഞ്ഞു, സാർ ഞാൻ അറിയാതെ, നോ എക്സ്പ്ലനേഷൻ, ക്ലിയർ ഔട്ട്. ഞാൻ അനുസരിച്ചു. അതോടെ അമീബയെക്കുറിച്ചുള്ള എൻ്റെ ക്ലാസ് നഷ്ടമായി. ഡോക്ടറാകണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അമീബയെക്കുറിച്ച് പഠിക്കാതെ ഞാൻ എങ്ങനെ ഡോക്ടറാകും? ഞാൻ നടന്നു സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. ഡിപ്പാർട്ട്മെൻറ്റിന് മുമ്പിലുള്ള വരാന്തി നിന്ന് പിയൂനോട് ചോദിച്ചു, ഡിപ്പാർട്ട്മെൻറ്റ് ചീഫ് ആരാണ്? പ്രൊഫസർ ശിവപ്രസാദ് സാറാണ്, അങ്ങേയറ്റത്തെ മുറിയിലുണ്ട്. ഞാൻ ആ മുറിയിലേക്ക് ചെന്നു. മേ ഐ കം ഇൻ സാർ? പ്ലീസ് കം ഇൻ. അകത്തേക്ക് കയറി. വളരെ മനോഹരമായി സൂക്ഷിക്കുന്ന ഒരു ഓഫീസ്. ഒരു തടിച്ച മനുഷ്യൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സാമീപ്യം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കഷണ്ടിത്തല ഉയർത്തി. എനിക്ക് ആളെ മനസ്സിലായി, ശിവപ്രസാദ് സാർ. എന്താണ്? സ്നേഹപുരുഷർ അദ്ദേഹം ചോദിച്ചു. മനസ്സിലുണ്ടായിരുന്ന പകപ്പ് അല്പം കുറഞ്ഞതുപോലെ. ഞാൻ വിവരം അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി. സാരമില്ല, ഇന്നത്തെ ഒരു ദിവസം പോട്ടെ, ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം. സാർ, ഇന്ന് അമീബയെക്കുറിച്ചാണ് ക്ലാസ്, എനിക്കത് മിസ്സാകും. സാരമില്ല, ഇവിടെ വന്നാൽ മതി, ഞാൻ പറഞ്ഞുതരാം, പോരെ? ഞാൻ തലകുലുക്കി സമ്മതം പ്രകടിപ്പിച്ചു. എന്താണ് പേര്? തിലകൻ. ശരി, സമാധാനമായിട്ട് പൊയ്ക്കോളൂ. ഞാൻ പുറത്തേക്ക് നടക്കുമ്പോൾ ഒരു മനുഷ്യനെ കണ്ട മനോസുഖം എനിക്ക് അനുഭവപ്പെട്ടു. കോളേജ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ ആരംഭത്തിൽ ഒരു ഫംഗ്ഷൻ നടന്നു കോളേജ് അങ്കണത്തിൽ. അപ്പോൾ അന്ന് ഞങ്ങൾ ഹോസ്റ്റലിലുള്ള ചിലർ ചേർന്ന് ശ്രീമാൻ TN ഗോപിനാഥൻ നായരുടെ 2-2-5 എന്ന നാടകം അവതരിപ്പിക്കുകയുണ്ടായി. അതിലെ പ്രധാന കഥാപാത്രമായ ഡോക്ടറുടെ വേഷമായിരുന്നു ഞാൻ ചെയ്തത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് മേക്കപ്പും ഒക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഓഡിയൻസിന് ഇരിക്കാൻ വേണ്ടി നിരത്തിയിട്ടിരുന്ന കസേരയുടെ മുൻനിരയിൽ ശിവപ്രസാദ് സാർ ഒറ്റയ്ക്കിരിക്കുകയാണ്. എന്നെ കണ്ടുകൊണ്ട് എഴുന്നേറ്റ് വന്ന് തട്ടിയിട്ട് പറഞ്ഞു, വെൽ ഡൺ തിലകൻ, വെൽ ഡൺ, റിയലി യു ആർ എ ഡോക്ടർ. എൻ്റെ അപ്പോഴത്തെ അനുഭൂതി എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ അതിലിങ്ങനെ എല്ലാം മറന്നു നിൽക്കുമ്പോൾ പെട്ടെന്നൊരാൾ വന്ന് ഹസ്തദാനം ചെയ്തിട്ട് അഭിനന്ദനം അറിയിച്ചു. അഭിനയം നന്നായിരുന്നു, അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നന്ദി പറഞ്ഞിട്ട് ചോദിച്ചു, ആരാണ്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇവിടെ ഫൈനൽ BA പഠിക്കുന്നു, പേര് സാംബശിവൻ, ആർട്സ് ക്ലബ് സെക്രട്ടറിയാണ്. ഈ കഥാപ്രസംഗം കൊച്ചു സീത ഇതൊക്കെ അതുതന്നെ, കാതികൻ സാംബശിവൻ ഞാനാണ്. നൈസ് മീറ്റിംഗ്. ഞാൻ അദ്ദേഹത്തെ തിരിച്ച് അഭിവാദനം ചെയ്തു. അപ്പോൾ ആർട്സ് ക്ലബിലെ മെമ്പറാകണം തിലകൻ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്നിട്ട് ശിവപ്രസാദ് സാറിനോട് അഭിപ്രായം ചോദിച്ചു. എന്ത് പറയുന്നു സാർ? തീർച്ചയായും വേണം, ഈസ് എ വെർസറ്റൈൽ ആക്ടർ. നമുക്ക് ഈ വർഷം പല അത്ഭുതങ്ങളും ഉണ്ടാക്കാം. ആർട്സ് ക്ലബിൻ്റെ ഇനോഗ്രേഷന് മാർക്കാനണിയ തിലകൻ അവതരിപ്പിക്കട്ടെ. അങ്ങനെ റിഹേഴ്സൽ ആരംഭിച്ചു. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രീമൻ, ലെൻഡ് മീ യുവർ ഇയർ. ഐ കം ടു ബറി സീസർ, നോട്ട് ടു പ്രൈസ് ഹിം എന്ന് തുടങ്ങുന്ന നറേഷൻ. അത് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിവപ്രസാദ് സാർ എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഫണ്ടാസ്റ്റിക് തിലകൻ, ഫണ്ടാസ്റ്റിക്. യു ആർ എ ഗ്രേറ്റ് ആക്ടർ like Marlon Brando, who did this role in the movie Julius Caesar. But പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു വിഷമത്തിൻ്റെ
എന്തോ ഒരംശം വീണതുപോലെ തോന്നി. എന്തുകൊണ്ടാണ് ബട്ട്? ഞാൻ ചോദിച്ചു, എന്താണ് സാർ? മാർലൺ ബ്രാൻഡോയെ എങ്ങനെയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്, അത് അതേപടി യഥാതഥമായി അവതരിപ്പിക്കലല്ല അഭിനയം. എനിക്ക് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇതെന്ന് തോന്നി. എൻ്റെ മനസ്സിലൊരു കാര്യം സംഭവിച്ചു. അന്നു മുതൽ ഞാനിങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. പരതി നടന്നു എൻ്റെ മനസ്സുകൊണ്ട്. അതായത് ഈ ശിവപ്രസാദ് സാർ എന്നെ കൊണ്ട് എത്തിച്ച മേച്ചിൽപ്പുറങ്ങളിൽ എന്നിലെ അഭിനേതാവിന് വളരാൻ പറ്റിയ പോഷകാഹാരം തേടി ഞാൻ പരതി. ഒരുപക്ഷെ അതിൻ്റെ ഫലമാവാം ഇന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അഭിനന്ദനങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലയാളിക്ക് എന്നെന്നും ഓർമ്മിക്കുവാൻ ഒട്ടേറെ കഥാപാത്രങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീ തിലകൻ തൻ്റെ ഭൂതകാലത്തിൽ നിന്ന് ഇന്നും തന്നിൽ നേരിക്കൊണ്ടിരിക്കുന്ന ഒരോർമ്മയുടെ കനൽ കഷ്ണം നമുക്കായി സമർപ്പിക്കുന്നു. കോളേജ് പഠനം ആരംഭിച്ച് 4 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് ടി.എൻ. ഗോപിനാഥൻ നായരുടെ 2-2-5, എരൂർ വാസുദേവൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല, ജൂലിയസ് സീസറിലെ മാർക്ക് ആന്റണി എന്നീ കഥാപാത്രങ്ങളെ രംഗത്ത് അവതരിപ്പിക്കുക വഴി ഞാൻ സഹപാഠികളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും സ്നേഹാദരങ്ങൾക്ക് പാത്രീഭൂതനായി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം കോളേജിലെ നോട്ടീസ് ബോർഡിൽ ഒരു അറിയിപ്പ് കണ്ടു. 1955 ഡിസംബർ മാസത്തിൽ ഡൽഹി ടാൽക്കട്ടോറ ഗാർഡനിൽ വെച്ച് നടക്കുന്ന 2nd ഇന്റർ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ ഇപ്രാവശ്യം ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയും പങ്കെടുക്കാൻ തീരുമാനിച്ചു. സംഘനൃത്തം, നാടകം എന്നീ വിഭാഗങ്ങൾക്കാണ് ഇവിടെ നിന്നും ഡെലിഗേറ്റ്സിനെ അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവർ ആർട്സ് ക്ലബ് സെക്രട്ടറിയെ കണ്ട് പേര് രജിസ്റ്റർ ചെയ്യുക. പേര് കൊടുക്കാം എന്നാലോചിച്ച് നിൽക്കുമ്പോൾ അതിലേ കടന്നു വന്ന ശിവപ്രസാദ് സാറ് ചോദിച്ചു, പേര് കൊടുക്കുന്നോ? സെലക്ഷൻ കിട്ടുമോ സാറേ?